കുട്ടി +2 ഏത് വിഷയം എടുക്കണം എന്നുള്ള ഒരു സംശയത്തോടു കൂടി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ കുട്ടിക്ക് സയൻസ് പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ സയൻസ് എടുത്താൽ ശരിയാകുമോ എന്നുള്ളൊരു ഭയമാണുള്ളത്. ഇപ്പം ഗ്രഹനില കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സയൻസ് പഠിക്കാൻ പറ്റുമോ, അതിന് പേടിക്കാനൊന്നുമില്ല. മാത്സ് ആണെങ്കിൽ ഈ കുട്ടിക്ക് വഴങ്ങില്ല. കാരണം അങ്ങനെ ഒരു ടെമ്പർമെൻറ്റാണ് ഈ കുട്ടിക്കുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഭയമൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും സയൻസ് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഈ കുട്ടി ശരിയാണ്, അവൾക്ക് സയൻസാണ് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്നത്. എന്നിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് ആ സയൻസ് എടുത്താൽ ശരിയാകുമോ എന്നൊരു സംശയം വന്നത് എന്നുള്ളത് ഞാൻ ജാതകത്തിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ കുട്ടിക്ക് കോൺഫിഡൻസ് കുറവാണ്. പെട്ടെന്ന് ആ കുട്ടി വളരെ സെൻസിറ്റീവായ ഒരു കുട്ടിയാണ്. പെട്ടെന്ന് സങ്കടങ്ങൾ വരും. അതുപോലെ തന്നെ ശനിയും ചന്ദ്രനും ഒക്കെ കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ദുഃഖം വന്നാൽ അതിനെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണ്. മാത്രമല്ല കുട്ടിയുടെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബലം കുറഞ്ഞ് ബാധാസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ലഗ്നാധിപനും ബലമില്ലാതെ വരുന്നത് കൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ഒരു സംശയം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയും എന്നൊക്കെയുള്ളൊരു തോന്നൽ വരും. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഈ ജാതകം നോക്കിയപ്പോൾ കണ്ടത്, ഈ കുട്ടിക്ക് പെട്ടെന്ന് കുറച്ച് ഈഗോ കൂടുതലുമാണ്. ചെറിയ കാര്യങ്ങൾ മതി അത് ഈഗോ ഹേർട്ടായി മനപ്രയാസം വരുന്ന ഒരു ആളാണ്. അങ്ങനെയുള്ള സ്വഭാവമുള്ളത് കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊരു ഒരു ഗൈഡൻസ് ആവശ്യമായിട്ട് വന്നത്. അപ്പം ജാതകത്തിൽ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് വളരെ ബുദ്ധിയുള്ള കുട്ടിയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുള്ള ആളുമാണ്. പക്ഷേ ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആളുകളോട് പെരുമാറാനുള്ളൊരു വൈമുഖ്യം കണ്ടു. സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തുക്കൾ വളരെ കുറവാണ്. ഞാൻ എല്ലാവരോടും സംസാരിക്കും, അങ്ങനെ അങ്ങ് വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. ക്ലോസ് ആയിട്ട് ആരോടുമില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയായ ഒരു ടെൻഡൻസി ഇല്ല. നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് നമ്മളുടെ ഇമോഷൻസൊക്കെ കൂടുതൽ ആരോടല്ല വേണ്ടപ്പെട്ട ആൾക്കാരോട് നമുക്ക് നമ്മുടെ ഇമോഷൻസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ 1-2 ആൾക്കാരെങ്കിലും ജീവിതത്തിൽ വേണം. ഭാവിയിൽ എന്തെങ്കിലും നമുക്കൊരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാലും നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നാലേ അവരോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും അവരോട് സംസാരിച്ചാലേ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും ഒക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഡിപ്രഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലുള്ളത് കൊണ്ടും ഓവർ സെൻസിറ്റീവ് ആയതുകൊണ്ടും ചില യോഗാസനങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അതായത് നമ്മളുടെ ഈ ഇംബാലൻസ് ഉള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ 2 ഭാഗങ്ങൾ, നമ്മളുടെ ഒരു ഭാഗം ഇമോഷണൽ കാര്യങ്ങളും ഒരു ഭാഗം ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുമാണല്ലോ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോയാൽ മാത്രമേ ഒരു നോർമലായിട്ടുള്ള മാനസികാരോഗ്യത്തോട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് ചില യോഗാസനങ്ങൾ ഓരോരുത്തരുടെ ഏത് ഗ്രഹമാണോ സൂചിപ്പിക്കുന്നത് അതനുസരിച്ചുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ദാനം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അവെയറായിരിക്കുക. അവെയർനെസ് ഒരു വലിയ ഘടകമാണ്. അപ്പം ഞാൻ ആളുകളോട് മിങ്കിൾ ചെയ്യണം, 1-2 ആൾക്കാരോടെങ്കിലും അവരുടെ ഇമോഷൻസൊക്കെ ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ വളരെ ഇതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, വേറെ ഏത് സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടിക്ക് ലോ പഠിക്കാനുള്ള ഒരു സാധ്യത ഈ ജാതകത്തിൽ കണ്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പറഞ്ഞു കുട്ടിയുടെ ഫാദർ ഒരു ലോയറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്ക് നമ്മളുടെ ഒരു ഹെറിഡിറ്ററി ഘടകവും ഒരു വലിയ കാര്യമാണ്. പഠിക്കുന്നതിനായാലും അങ്ങനെ ഒരു ടെൻഡൻസി അതിലൊരു സാധ്യത കിടക്കുന്നുണ്ട്. അതും എനിക്ക് ഈ ജാതകം നോക്കിയപ്പോൾ മനസ്സിലായി. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾക്ക് ഈ ജാതകത്തിൽ ഗുണങ്ങൾ മാത്രമല്ല പോസിറ്റീവും നെഗറ്റീവും ഉൾക്കൊള്ളുന്നതാണ് ജീവിതം. എല്ലാ ജാതകങ്ങളിലും നമുക്ക് നോക്കിയാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഈ കുട്ടിയുടെ ജാതകത്തിൽ തന്നെ എന്തുമാത്രം ക്ലേശങ്ങൾ സഹിച്ചും ജീവിത ലക്ഷ്യം നേടാനുള്ള ഒരു കഴിവ് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആകാനുള്ള ഒരു ടെൻഡൻസി കണ്ടത്. വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ജാതകത്തിൽ അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹമാണ് എഴുതി നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം വന്നു കഴിഞ്ഞാൽ ക്ലേശങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആ ജാതകത്തിൽ ഈ കുട്ടി സൈക്കോളജിസ്റ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബുധൻ്റെ 7ലെ സ്ഥിതി, അഷ്ടമാധിപത്യമുള്ള ബുധൻ്റെ 7ലെ സ്ഥിതി കുട്ടിക്ക് ഒരു ഇൻറ്റ്യൂറ്റീവായിട്ടുള്ള മൈൻഡ് കൊടുക്കും. അതായത് കോസ്മിക് മൈൻഡുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാനുള്ള ഒരു കഴിവ്, മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാനും ചിന്തകളെ പെട്ടെന്ന് തിരിച്ചറിയാനുമൊക്കെ ഉള്ള ഒരു കഴിവ് കൊടുക്കും. അപ്പോൾ ഏതൊരു ജാതകത്തിലെ നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾക്ക് പോസിറ്റീവായിട്ടും ജീവിതത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ
ടെ നമ്മളുടെ ടെൻഡൻസികളെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടെങ്കിലാണ് അത് സാധിക്കുന്നത്. കാരണം ഈ നമ്മൾക്ക് വരുന്ന ദോഷങ്ങൾ മാറ്റാനായിട്ട് ഭൂമിയിൽ വേറെ ആർക്കും സാധിക്കത്തില്ല. അത് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം നമ്മളാണ് ഈ മനസ്സും ശരീരവും ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ മനസ്സിൻ്റെയും ഈ ശരീരത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മളുടെ പൂർവ്വജന്മ വാസനകളും നമ്മളുടെ ഈ ജന്മത്തിലെ ടെൻഡൻസികളും ഒക്കെയാണ്. അത് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം.